ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മളിന്ന് സ്കിന്നുള്ള ഒരു 8 ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് പുളിയില്ലാത്ത തൈര് 1/2 ലിറ്റർ, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ കുരുമുളക് പൊടി. ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് നമുക്ക് 2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വരും. അപ്പോൾ അതിനിടയ്ക്ക് നമുക്കൊരു വലിയ പണി എടുക്കുന്നുണ്ട്. എന്നിട്ടെന്നറിയോ, ഇതിൻ്റെ അടുപ്പ് കൂട്ടൽ അതൊരു 1.5 പണിയാണ്. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു 3 നമ്മുടെ സാധാരണ സിമെൻറ്റ് കട്ട, അവിടെ ഇവിടെ സെൻറ്ററിൽ ഒരെണ്ണം, പിന്നെ അപ്പുറത്തപ്പുറത്ത് ഓരോന്നായിട്ട് അങ്ങനെ 6 കട്ടകൾ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ. അതിന് ശേഷം നമ്മൾ ഈ ചപ്പ് ചവറൊക്കെ നിറച്ച്, പിന്നെ ഞങ്ങൾ കരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കരി ഒരു 4 കിലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ കരി ഇട്ട് അതിൻ്റെ മുകളിൽ വിറകിട്ട്, പിന്നെ ഉണ്ടായിരുന്ന ചകിരിയും ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ കല്ലിട്ടത്. പിന്നെ കത്താൻ വേണ്ടിയിട്ട് ആ ചപ്പ് ചവറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇട്ട് നന്നായി കത്തിച്ചു. നല്ല ഫയർ ആംബിയൻസ് കിട്ടുക, നല്ല രസമായിരുന്നു. മറ്റേ വീട്ടുകാരൊക്കെ കൂടി അത് കാണാനായിട്ട് കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഇതേപോലെ സൗകര്യം കിട്ടുകയാണെങ്കിൽ ആൾക്കാർ വേണണ്ട, അപ്പോഴതിൻ്റെ ഒരു ത്രില്ല് കിട്ടുള്ളൂ. ഇതേപോലെ ചെയ്ത് കനലായി നമ്മൾ നന്നായി വീശുന്നത്, അപ്പോഴാണ് അതിൻ്റെ കനൽ ശരിക്കും ഇതാവുള്ളൂ. അപ്പോൾ അതിൽ ഓൾമോസ്റ്റ് കരിയും അതിലുള്ള വിറകുകളൊക്കെ നന്നായിട്ട് ഇതാവും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ച് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഗ്രില്ല് വാങ്ങിച്ചത് നമ്മൾ ഈ ഹാർഡ്വെയർ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന 1 ഇഞ്ചിൻ്റെ സ്ക്വയറിലുള്ള ഇതാണ് വാങ്ങിച്ചത്. അത് ഷീറ്റ് നമ്മൾ അതിൽ വിരിച്ചിട്ടു. അപ്പോൾ ഈ 6 കല്ലിൻ്റെ സപ്പോർട്ടും അത് അവിടെ നിൽക്കും, പിന്നെ കുറച്ച് ബെൻഡായിട്ട് വേണം നിൽക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ്. വെച്ച് നമ്മൾ അത്യാവശ്യം നല്ല ചൂടുണ്ടാവും, കൈയൊക്കെ പൊള്ളാണ്ട് നോക്കണുണ്ട്. ഇതിൽ ബട്ടർ ചൂടാക്കിയിട്ടുണ്ട്, മുളക് പൊട്ടിയിട്ടുണ്ട്, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ കുറച്ചുകൂടെ ഒഴിക്കുക. എന്നിട്ട് രണ്ടും മിക്സ് ചെയ്തിട്ട് ഒരു കളറിന് വേണ്ടിയിട്ടാണ്, നമ്മൾ വേറെ കളേഴ്സ് ഒന്നും ഇതിൽ ആഡ് ചെയ്യണില്ല. അത് അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഇതാണ് അയച്ചും ഇതിനും കേട്ടോ. അപ്പോൾ ഒരുവിധം എന്താക്കിയൊക്കെ കേട്ടോ, അതിൻ്റെ കളറൊക്കെ മാറിയതാണ്ട. നമ്മളിത് കരിയാണ്ട് എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്, കനലിൻ്റെ കളറൊക്കെ കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ ഈ മിക്സ് അതിലേക്ക് ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ചിക്കൻ്റെ കളറും കൂടി മാറും. പിന്നെ നല്ല ജ്യൂസി ആയിട്ട് നമുക്ക് ചിക്കനും കിട്ടും. കാരണം ഈ ഇതിൽ ചിക്കൻ്റെ ഒരു ഓയിലൊക്കെ കത്തി അതിൻ്റെ ഇത് പോവും, പിന്നെ നെയ്യ് പോവും. അപ്പോൾ അതിൻ്റെ കൂടെ ഇത് നടക്കുന്നത്. അപ്പോൾ നമ്മളിത് ഓരോ പ്രാവശ്യം വറ്റി വരുമ്പോഴും ഈ നമ്മുടെ ഈ മിക്സ് ഇടയ്ക്കിടയ്ക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇപ്പം നമ്മൾ സെറ്റ് ചെയ്തത് ഏകദേശം 9 മണിക്കാണ് വയ്ക്കേണ്ടത്. ഏകദേശം ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത് നമുക്ക് കറക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ കത്തി കൊണ്ട് ഇടയ്ക്കിട്ട് ഇങ്ങനെ കുത്തി നോക്കാം. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തി നല്ല സ്മൂത്തായിട്ട് പോകണമെങ്കിൽ അതിൻ്റെ വെന്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കാണുമ്പോൾ ഏകദേശമൊക്കെ നമുക്ക് മനസ്സിലാവും നല്ല വേവായി കഴിഞ്ഞാൽ. എന്തായാലും മിനിമം 2 മണിക്കൂർ എന്തായാലും വേണണ്ട, 2-2.5 മണിക്കൂർ ഉറപ്പാണ് നല്ല കുക്കാവാൻ വേണ്ടിയിട്ട്. കണ്ട അതിൻ്റെ കളർ കണ്ടില്ലേ, നല്ലൊരു കളറിലേക്കൊക്കെ വന്നു. അപ്പോൾ കുട്ടികളുടെ ബഹളം ഞങ്ങൾക്ക് ഇതിൻ്റെ 8 എണ്ണം കെടുക്കണ കെടുപ്പ് സമയം 11:30. നല്ല കുക്കായിണ്ട് ഇങ്ങനെ പറക്കണം. ഇനി ഫുഡ് സപ്ലൈയും അതിൻ്റെ റിവ്യൂസാണ് അടുത്ത പരിപാടി. എന്തായാലും ബാഡും ഉണ്ടാവും ഗുഡും ഉണ്ടാവും. ഇതിൻ്റെ മയോണൈസ് കാവിയും പാറും കൂടിയിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്തൊരു രൂപമാണ് തോന്നിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഒരുപാട് പേരുണ്ട്. ഷാജേട്ടൻ, കുട്ടു, നിതീഷ്, ചന്ദൂബ്, അശ്വിൻ, അദ്വൈത്, പാറു, കാവ്യ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി നടന്നതാണ്, അതിൻ്റെ വീഡിയോ ഞാൻ വേറെ വിട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടോളൂ. അപ്പോൾ നമ്മുടെ ചാനലും ഇതേപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കൂടി. അപ്പോൾ എല്ലാവർക്കും ബൈ.